നടിയാക്രമിച്ച കേസിൽ കുറ്റക്കാരായ പ്രതികൾക്ക് ശക്തി പകർന്നവർ ആരെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സിനിമാ മേഖലയിലെ നീതിക്ക് വേണ്ടിയുള്ള സമരം ഇപ്പോഴത്തെ വിധിയോടെ അവസാനിക്കുന്നില്ല. അതിജീവിതയ്ക്കും സിനിമയിലെ സ്ത്രീ അവകാശങ്ങളുടെയും കൂടെയായിരിക്കും CPI എന്നും ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ ഈ പ്രതികൾക്ക് ഈ കുറ്റം ചെയ്യാൻ ആരാണ് തുണയായത്, ആരുടെ പിൻബലമാണ് അവർ സഹായിച്ചത്, അവർക്ക് ഉത്തരം കിട്ടാൻ ബാക്കിയുള്ളൂ. ഇതിൻ്റെ പുറകിൽ വളരെ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. സിനിമയിലേക്ക് എത്തിപ്പെടുന്ന പ്രതിഭാ സമ്പന്നരായ സ്ത്രീകൾക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും ഭീഷണികളും ആക്രമണങ്ങളും ഇനി ഇപ്പോൾ ഒളിച്ചു വരുന്നതാക്കാൻ പറ്റില്ല. ഏറെക്കാലം അത് മറവിലായിരുന്നു, അത് പുറത്തു വന്നു. അതുകൊണ്ട് കേരളം അഭിമാനപൂർവ്വം അതിജീവിതയെ മാനിക്കുന്നു. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി വിഷയത്തിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഈ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ രാഷ്ട്രീയ കോണിൽ നിന്ന് വിവിധയിടങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിയമമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് മുഖ്യമന്ത്രിയുമായി വിധിക്ക് പിന്നാലെ മന്ത്രി രാജീവ് സംസാരിച്ചു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇതിൽ മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകി എന്നുകൂടി നിയമമന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് നിലവിൽ പ്രോസിക്യൂഷന്റെയും തീരുമാനം. ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് ശേഷം, അതായത് അന്തിമ വിധി പുറത്തു വന്ന് അതിന്റെ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം ഹൈക്കോടതി സമീപിക്കാനാണ് നിലവിൽ പ്രോസിക്യൂഷനും തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 261 സാക്ഷികൾ ഉണ്ടായിരുന്നു. അതിൽ 28 പ്രധാന സാക്ഷികൾ കൂറുമാറിയതടക്കം വലിയ തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നത്. അത് ഉന്നതതല ഇടപെടലിനെയും തുടർന്നും അതോടൊപ്പം തന്നെ പ്രതിയുടെ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് ഇത്തരത്തിലൊരു പിന്മാറ്റം നടത്തിയത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയെ ചൂണ്ടിക്കാണിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ പലതവണ ഈ കോടതിയിലടക്കം ഉന്നയിച്ച കാര്യമാണ്. പക്ഷേ ഇതിലടക്കം കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു വിമർശനം, പരാതി അത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പോരായ്മകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സർക്കാർ ആകട്ടെ ആദ്യഘട്ടം മുതൽ ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ അപ്പീൽ പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് കൂടി വ്യക്തമാക്കുന്നു. നിരുപാധികം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവാകട്ടെ ഇതിൽ ഒരു വിധി, അന്തിമ വിധി വരാത്തത് കൊണ്ട് തന്നെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് താൻ കടക്കുന്നില്ല, പകരം അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നാനാ കോണുകളിൽ നിന്ന് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ വിധിയിൽ ഈ 6 വരെയുള്ള പ്രതികൾക്ക് ശേഷമുള്ള മറ്റു പ്രതികളെ ഒഴിവാക്കിയതിൽ ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട്. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.